ഡിയസ് റേസ് മാർട്ടിയാണ്. അപ്പൊ +1 എൻ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെ മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് +1 എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബുക്ക് അടിമുടി മാറി NCERT ടെക്സ്റ്റ് ബുക്കായി മാറി. ഇപ്പം NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കാണ്, ഗൈഡ് ലൈൻ NCERT ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഒക്കെ കമ്പാരിറ്റീവ്ലി ടഫാണ്. അപ്പം പെട്ടെന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവണം, ആ ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, ലാംഗ്വേജിൽ ഉണ്ടാവുന്ന മാറ്റം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതായത് തുടക്കത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ട് മാത്രമേ മക്കൾക്ക് ആ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ഇപ്പം ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക് ഇപ്പം മീഡിയം ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ഒരു മലയാളം മീഡിയം കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്ന സമയത്ത് ആ കുട്ടി ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. കുട്ടികളെ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്, മീഡിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, പിന്നെ മീഡിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒരിക്കലും നിങ്ങളെ വലിയ രീതിയിലൊന്നും ബാധിക്കില്ല. ഓക്കെ, മീഡിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എഴുതുന്ന കാര്യം, ഇപ്പോൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതിയെടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു 10-20 ദിവസം കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ട്രാക്കിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്തിൽ എഴുതുള്ളൂ, ഇംഗ്ലീഷ് മീഡിയത്തിലെ എക്സാം എഴുതുള്ളൂ. ഭൂരിഭാഗം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലെ എക്സാം എഴുതുള്ളൂ. എന്താ കാര്യം, നിങ്ങൾ ആ ലാംഗ്വേജുമായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് നിങ്ങൾ വരും. ഒരു മാക്സിമം ഒരു 10-20 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ ട്രാക്കിലേക്ക് വരും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു കാര്യമുണ്ട്, നിങ്ങൾ എഴുതുന്ന സമയത്ത് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഗ്രാമറിൽ മിസ്റ്റേക്ക് വരുമോ എന്നുള്ളൊരു തോട്ടൊക്കെ മക്കൾക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, PCMB ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും പ്രോബ്ലം ഇല്ല. സയന്റിഫിക് ടേമുകൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. അതുപോലെ ലോ ഉണ്ട്, ഇപ്പൊ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ ഈ ലോസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ സയന്റിഫിക് ടേമുകൾ തെറ്റാതിരിക്കുക. അല്ലാതെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഗ്രാമർ മിസ്റ്റേക്കിന്റെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. പക്ഷേ ലാംഗ്വേജ് പഠിക്കാനുണ്ട്, ആ ലാംഗ്വേജിൽ നിങ്ങൾ ഗ്രാമറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നോക്കണേ. പക്ഷേ ഇതിന്റെ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ എടുക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ഒരു കുട്ടിക്ക് ഗ്രാമറിൽ ഉണ്ടാവുന്ന മാറ്റമൊന്നും വലിയ രീതിയിൽ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ മക്കളെ ഒട്ടും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. +1 എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ 3 പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. മക്കൾ ഒരിക്കലും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് +1 എൻ്റർ ചെയ്യാം. ഞങ്ങൾ അതുപോലെ തന്നെ ഏകണ്ട സപ്പോർട്ട് ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ഏകണ്ട യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. +1 യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഏകണ്ട കൂടെ നിൽക്കുക, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഓക്കെ അല്ലേ?